നമസ്കാരം. NCTV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം ആക്റ്റീവ് അറ്റ് ഹോം NH പുതുക്കാട്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ രാത്രികളിലെ ഡോക്ടർമാരുടെ കുറവ് രോഗികളെ വലയ്ക്കുന്നു. തീവ്ര പരിചരണ വിഭാഗവും OPയും ഒരു ഡോക്ടർ തന്നെ നോക്കേണ്ടി വരുന്നത് രോഗികളെയും ഡോക്ടർമാരെയും ഒരുപോലെ വലയ്ക്കുന്നു. പാലിയേക്കര ടോൾ ബൂത്തുകളിൽ അശാസ്ത്രീയമായി ഹമ്പുകൾ സ്ഥാപിച്ചതിനെതിരെ വ്യാപക പരാതി. ടാഗ് റീഡ് ചെയ്യുന്ന ബൂത്ത് എത്തുന്നതിന് തൊട്ടു മുൻപാണ് ഹമ്പുകളുള്ളത്. വരന്തരപ്പള്ളി വേപ്പൂർ റോഡ് ജംഗ്ഷനിൽ അപകടക്കെണിയൊരുക്കി കുഴി. മണ്ണമ്പേട്ട പൂക്കോട് റോഡും മണ്ണമ്പേട്ട ഫെഡറൽ ബാങ്കിന് സമീപമുള്ള റോഡും ശോച്യാവസ്ഥയിൽ. കാവലൂരിൽ കൃഷി നശിപ്പിച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. കാവലൂർ കവിത കർഷക കൂട്ടായ്മയും അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിയമപരമായി വെടിവെച്ചു കൊന്നത്. കൊടകര മേളകലാ സംഗീത സമിതിയുടെ 14ാമത് വാർഷികവും സുവർണമുദ്ര സമർപ്പണവും 17 നടത്തുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രളയം വരുത്തിവെച്ച സാമ്പത്തിക നഷ്ടത്തിലും വയനാടിനായി തന്റെ ചായക്കടയിലെ ഒരു ദിവസത്തെ വരുമാനം മാറ്റിവെക്കുകയാണ് കലൂർ മുട്ടിത്തടി സ്വദേശിയായ KC സന്തോഷ്. വാർത്തകൾ വിശദമായി. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലെ രാത്രികളിലെ ഡോക്ടർമാരുടെ കുറവ് രോഗികളെ വലയ്ക്കുന്നു. തീവ്ര പരിചരണ വിഭാഗത്തിലെയും OPയിലെയും രോഗികളെ ഒരു ഡോക്ടർ തന്നെ നോക്കേണ്ടി വരുന്നത് രോഗികളെയും ഡോക്ടർമാരെയും ഒരുപോലെ വലയ്ക്കുകയാണ്. പകർച്ചപ്പനിയും മഴക്കെടുതിയും പിടിമുറുക്കിയ പുതുക്കാട് മേഖലയിൽ താലൂക്ക് ആശുപത്രിയിലെ ഡോക്ടർമാരുടെ കുറവ് സാധാരണക്കാരന്റെ ദുരിതം ഇരട്ടിയാക്കുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 160 പേർ എത്തിയ OP വിഭാഗത്തിൽ ഒരു ഡോക്ടർ മാത്രമാണ് ഉണ്ടായിരുന്നത്. വാഹനാപകടങ്ങളും മഴക്കാല രോഗങ്ങളും പെരുകിയ സമയത്ത് ഡ്യൂട്ടിയിലുള്ള ഡോക്ടറും ചക്രശ്വാസം വലിക്കുകയാണ്. അപകടങ്ങളോ അത്യാഹിതങ്ങളോ ഉണ്ടായാൽ ജില്ലാ ആശുപത്രിയിലേക്കോ മെഡിക്കൽ കോളേജിലേക്കോ റഫർ ചെയ്യുന്നതാണ് ഇവിടുത്തെ രീതി. ദേശീയപാതയിൽ ഏറ്റവും കൂടുതൽ അപകടം നടക്കുന്ന പ്രദേശമാണ് നെല്ലായി മുതൽ ആമ്പല്ലൂർ വരെയുള്ള ഭാഗം. അതിൽ തന്നെ പുതുക്കാട് സിഗ്നലിലും KSRTC സ്റ്റാൻഡ് പരിസരത്തും ദിവസേനയെന്നോണം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇവിടങ്ങളിൽ അപകടങ്ങൾ ഉണ്ടായാൽ ഏറ്റവും അടുത്ത് വൈദ്യസഹായത്തിന് സമീപിക്കാവുന്നത് പുതുക്കാട് താലൂക്ക് ആശുപത്രിയാണ്. എന്നാൽ ഇവിടെ അത്യാഹിത വിഭാഗമോ ട്രോമ കെയർ സംവിധാനമോ കാര്യക്ഷമമായിട്ടില്ല. അപകടത്തിൽപ്പെട്ടവരെ തൃശൂരിൽ എത്തിക്കാനുള്ള കാലതാമസം പലപ്പോഴും വലിയ ദുരന്തങ്ങൾക്ക് വഴിവെക്കുന്നു. ഡയാലിസിസ് സൗകര്യവും മികച്ച ദന്തരോഗ ചികിത്സാ വിഭാഗവും സ്പെഷ്യലൈസേഷനുമുള്ള 12 ഡോക്ടർമാരും 24 മണിക്കൂർ ഡോക്ടറുടെ സേവനവും പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലുണ്ട്. എന്നാൽ രാത്രി 8-ന് ശേഷം ഇവിടെ ഡ്യൂട്ടിയിലുണ്ടാകുന്നത് ഒരു ഡോക്ടർ മാത്രമാണ്. ദേശീയപാത 6 വരിയായി വികസിച്ചതോടെ മേഖലയിൽ അപകടങ്ങളും 10 മടങ്ങാണ്. പുതുക്കാട് സിഗ്നലിൽ കഴിഞ്ഞ 10 വർഷത്തിനിടെ 40 പേരാണ് അപകടങ്ങളിൽ മരിച്ചത്. അംഗവൈകല്യം സംഭവിച്ചവരും നിരവധിയാണ്. തോട്ടം മേഖലയിലെ സാധാരണക്കാരായ നിരവധി പേർക്ക് ആശ്രയമായ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ OP വിഭാഗത്തിൽ പ്രത്യേക ടോക്കൺ സംവിധാനം ഏർപ്പെടുത്തണമെന്നും നാളുകളായുള്ള ആവശ്യമാണ്. OPയിൽ രോഗികളെ പരിശോധിക്കുന്നിടത്തും തിരക്ക് നിയന്ത്രിക്കാൻ ഇവിടെ സംവിധാനമില്ല. ഒരു രോഗിയെ പരിശോധിക്കുമ്പോൾ തന്നെ പിറകിലും വാതിൽ കടന്നും രോഗികൾ നിൽക്കുന്നത് പതിവ് കാഴ്ചയാണ്. പ്രായമായവരും ഭിന്നശേഷിക്കാരും തിക്കിത്തിരക്കി OP ടിക്കറ്റ് എടുക്കുന്നത് പതിവാണ്. പ്രത്യേക പരിഗണന അർഹിക്കുന്ന വിഭാഗങ്ങൾക്ക് ടോക്കൺ ഏർപ്പെടുത്തണമെന്നും പരിശോധനയിൽ സ്വകാര്യത ഉറപ്പാക്കണമെന്നും ആവശ്യമുണ്ട്. നേരത്തെ പുതുക്കാട് താലൂക്ക് ആശുപത്രി വികസനവുമായി ബന്ധപ്പെട്ട് മന്ത്രി വീണ ജോർജിന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നിരുന്നു. ആശുപത്രിയുടെ വികസന പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടാകുമെന്ന് അന്ന് KK രാമചന്ദ്രൻ MLA അറിയിച്ചിരുന്നു. എന്നാൽ ഇപ്പോഴും ആശുപത്രിയെ ആശ്രയിക്കുന്ന രോഗികളുടെ ദുരിതം മാറ്റമില്ലാതെ തുടരുകയാണ്. പാലിയേക്കര ടോൾ ബൂത്തുകളിൽ അശാസ്ത്രീയമായി ഹമ്പുകൾ സ്ഥാപിച്ചതിനെതിരെ വ്യാപക പരാതി. ഓരോ ഫാസ്ടാഗ് ട്രാക്കുകളിലും ടോൾ കമ്പനി 2 ഹമ്പുകൾ വീതമാണ് സ്ഥാപിച്ചത്. ടാഗ് റീഡ് ചെയ്യുന്ന ബൂത്ത് എത്തുന്നതിന് തൊട്ടു മുൻപാണ് ഹമ്പുകളുള്ളത്. ബസ്, ലോറി പോലുള്ള വലിയ വാഹനങ്ങളുടെ മുൻപിലും പുറകിലുമുള്ള ചക്രങ്ങൾ ഈ ഹമ്പുകളിലാണ് കയറി നിൽക്കുന്നത്. ടാഗ് റീഡ് ചെയ്ത ശേഷം വാഹനങ്ങൾ ഹമ്പിൽ നിന്നിറങ്ങിയാൽ പുറകിലുള്ള വാഹനങ്ങളിൽ ഇടിക്കാൻ സാധ്യതയേറെയാണ്. ടോൾ ബൂത്തുകളിൽ വാഹനങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി കാത്തുനിൽക്കുന്നതാണ് പതിവ്.
ഫാസ്ടാഗ് ട്രാക്കുകളിൽ സ്ഥാപിച്ച ഹമ്പുകൾ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് തൊഴിലാളി BMS യൂണിയൻ ദേശീയപാത അതോറിറ്റിക്ക് പരാതി നൽകി. എന്നാൽ ടോൾ നൽകാതെ വേഗതയിൽ കടന്നുപോകുന്ന വാഹനങ്ങളെ പിടികൂടുന്നതിനാണ് ഹമ്പ് സ്ഥാപിച്ചതെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. വാഹനങ്ങൾ നിർത്താതെ പോകുമ്പോൾ ബൂത്തുകളിലെ ബാരിക്കേഡുകൾ തകരുന്നതായും ദിവസവും 100-ലേറെ വാഹനങ്ങളാണ് ഇത്തരത്തിൽ ടോൾ നൽകാതെ കടന്നുപോകുന്നതെന്നും കമ്പനി അധികൃതർ പറയുന്നു. വരന്തരപ്പള്ളി വേപ്പൂർ റോഡ് ജംഗ്ഷനിൽ അപകടക്കെണിയൊരുക്കി കുഴി. യാത്രക്കാരെ ദുരിതത്തിലാക്കിയ കുഴി റോഡിന്റെ നടുക്കായാണ് രൂപപ്പെട്ടത്. യാത്രക്കാർക്കും വാഹനങ്ങൾക്കും കുഴി ശ്രദ്ധിക്കുന്നതിനായി നാട്ടുകാർ ചേർന്ന് ഫ്ലക്സുകളും ബോർഡുകളും ഇറക്കി വെച്ച് അടയാളം ഉണ്ടാക്കിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് ഇവിടെ പൈപ്പ് പൊട്ടി വെള്ളം പാഴായത്. ലിറ്റർ കണക്കിന് വെള്ളം പാഴാവുകയും ഇതിൽ റോഡിൽ വെള്ളം നിറയുന്നതിനും കാരണമായി. തുടർന്ന് പൈപ്പിലേക്കുള്ള കണക്ഷൻ താൽക്കാലികമായി അവസാനിപ്പിക്കുകയായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇവിടെ വലിയ കുഴി രൂപപ്പെട്ടത്. എത്രയും പെട്ടെന്ന് റോഡിലെയും പൈപ്പിലെയും അറ്റകുറ്റപ്പണികൾ തീർത്ത് ഉടൻ പരിഹാരം കാണണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. മണ്ണമ്പേട്ടയിലെ 2 റോഡുകൾ തകർച്ചയിൽ. മണ്ണമ്പേട്ട പൂക്കോട് റോഡും മണ്ണമ്പേട്ട ഫെഡറൽ ബാങ്കിന് സമീപത്തുള്ള റോഡുമാണ് ശോച്യാവസ്ഥയിലായത്. മഴക്കാലം ആരംഭിച്ചതോടെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ്. മണ്ണമ്പേട്ട പൂക്കോട് റോഡിൽ കാൽനട പോലും ദുസ്സഹമാണ്. 3 വർഷം മുൻപ് പണിത റോഡാണ് തകർന്നതെന്നും അത്യാവശ്യ ഘട്ടങ്ങളിൽ പോലും വാഹനങ്ങൾ വരാൻ സാധിക്കാത്ത അവസ്ഥയാണെന്നും നാട്ടുകാർ പറഞ്ഞു. സമാനമായ അവസ്ഥയാണ് മണ്ണമ്പേട്ട ഫെഡറൽ ബാങ്കിന് സമീപത്തുള്ള റോഡിലും. റോഡ് ശോച്യാവസ്ഥയിലായതോടെ ആശുപത്രിയിലേക്ക് പോകാനായി ഒരു ഓട്ടോ പോലും ഈ വഴി വരുന്നില്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ സുരേഷ് ചെമ്മനാടൻ പറഞ്ഞു. ഇതിനു പരിഹാരമായി താൽക്കാലികമായെങ്കിലും ക്വാറി വേസ്റ്റ് ഇട്ട് ഈ 2 വഴികളും അത്യാവശ്യത്തിന് സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് കൊടകര PWD സെക്ഷനിലും അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്കും സുരേഷ് ചെമ്മനാടൻ പരാതി നൽകി. നിരവധി ബസ്സുകൾ, അതുപോലെ തന്നെ നിരവധി സ്കൂൾ ബസ്സുകൾ, മറ്റ് ചെറുവാഹനങ്ങൾ ധാരാളം പോകുന്ന റോഡാണിത്. ശരിക്കും പറഞ്ഞാൽ ഒരു കാൽനടക്കാർക്ക് പോലും നടക്കാൻ പറ്റാത്ത രീതിയിൽ ഈ റോഡ് തകർന്നിട്ട് അധികാരികൾ തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു ഓട്ടോ വിളിച്ചു കഴിഞ്ഞാൽ വരാൻ പറ്റാത്തൊരവസ്ഥയായി ഈ റോഡിൻ്റെ തകർച്ച. ഇപ്പം നമ്മൾ ഇത് എത്രയും പെട്ടെന്ന് താൽക്കാലികമായിട്ടെങ്കിലും കോറി വേസ്റ്റ് ഇട്ട് ഈ കുഴികൾ നികത്തി അത്യാവശ്യത്തിന് ഒരു സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് PWDക്ക് പരാതി കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മണ്ണമ്പേട്ട ഫെഡറൽ ബാങ്ക് അതിന് സമീപത്തുള്ള ആയുർവേദ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡും ഇതുപോലെ തകർച്ചയിലാണ്. കാവല്ലൂരിൽ കൃഷി നശിപ്പിച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. കാവല്ലൂർ കവിത കർഷക കൂട്ടായ്മയുടെയും അളഗപ്പനഗർ പഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിയമപരമായി വെടിവെച്ചു കൊന്നത്. അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം നിയോഗിച്ച അംഗീകൃത ഷൂട്ടറായ സുദർശൻ മത്തോളിയാണ് പന്നിയെ വെടിവെച്ചു കൊന്നത്. കർഷകരായ മോഹനൻ കോവാത്ത്, രാജു കിഴക്കൂടൻ, റപ്പായി പൊന്നാരി, പഞ്ചായത്ത് അംഗങ്ങളായ ജീഷ്മ രഞ്ജിത്ത്, PS പ്രിജു എന്നിവരുടെ നേതൃത്വത്തിൽ കൃഷിസ്ഥലത്ത് കുഴിയെടുത്ത് ഡീസൽ ഒഴിച്ചാണ് പന്നിയെ നശിപ്പിച്ചത്. വരും ദിവസങ്ങളിൽ വ്യാപകമായി കൃഷിനാശം വരുന്ന കാട്ടുപന്നികളെ കർഷകരുടെ സഹായത്തോടെ കൂടുതൽ പ്രദേശങ്ങളിൽ ക്യാമ്പ് ചെയ്ത് നിയമപരമായി നിർമ്മാർജ്ജനം ചെയ്യുമെന്ന് കവിത കർഷക സമിതി കൺവീനർ PR ഡേവിസ് അറിയിച്ചു. കവിത കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കൃഷിക്കാർക്ക് വളരെയധികം നാശം വരുത്തുന്ന കാട്ടുപന്നികളെ പിടികൂടുന്നതിന് വേണ്ടി അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്ത് പ്രത്യേകം നിയോഗിച്ച സുദർശൻ ചാലക്കുടിയുടെ നേതൃത്വത്തിലാണ് ഇന്ന് പുലർച്ചെ വെടിവെച്ച് കൊന്നത്. നിത്യോപയോഗ സാധനങ്ങളുടെ സൂപ്പർ സ്റ്റോർ മൾബറി മാർട്ട് മിനി സൂപ്പർ മാർക്കറ്റ് കല്ലൂർ വെസ്റ്റിൽ പ്രവർത്തനം ആരംഭിച്ചു. കല്ലൂർ പടിഞ്ഞാറേപ്പള്ളിക്ക് സമീപമുള്ള സാന്താമരിയ ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് മൾബറി മാർട്ട് ആരംഭിക്കുന്നത്. സ്ഥാപനത്തിന്റെ വെഞ്ചരിപ്പും ഉദ്ഘാടനവും കല്ലൂർ വെസ്റ്റ് ഹോളി മേരി റോസറി പള്ളി വികാരി ഫാദർ ജോസഫ് പൂവത്തുകാരൻ നിർവഹിച്ചു. ജേക്കബ് ജോർ കണ്ണനായ്ക്കൽ, എലിസബത്ത് ജേക്കബ് എന്നിവരുടെ ഉടമസ്ഥതയിലുള്ളതാണ് സ്ഥാപനം. സ്റ്റേഷനറി ഐറ്റംസ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്, ഡ്രൈ ഫ്രൂട്ട്സ്, സ്നാക്സ് ആൻഡ് ചോക്ലേറ്റ്സ്, ബേബി എസെൻഷ്യൽസ് കൂടാതെ പാർട്ടി ഐറ്റംസും ലഭ്യമാകുന്നു. കൂടാതെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് എല്ലാ പർച്ചേസിനും ഓഫറുകൾ. 2000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 500 മില്ലിയുടെ കേര വെളിച്ചെണ്ണ സൗജന്യം. 1000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 1 കിലോ പഞ്ചസാര സൗജന്യം.
ഫുള്ളി എയർ കണ്ടീഷണർ ഷോപ്പ്. നിങ്ങൾക്ക് വേണ്ടതെല്ലാം കയ്യിൽ ഒതുങ്ങുന്ന വിലയിൽ ഇനി സ്വന്തമാക്കാം. ഗുണത്തിന്റെയും അളവിന്റെയും കൃത്യത. മൾബറി മാർട്ട്, മിനി സൂപ്പർ മാർക്കറ്റ്, സാന്താ മരിയ ഷോപ്പിംഗ് കോംപ്ലക്സ്, കല്ലൂർ പടിഞ്ഞാറെ പള്ളിക്ക് സമീപം, കല്ലൂർ വെസ്റ്റ്. ഫോൺ നമ്പർ 9869567190. സഹോദര സ്ഥാപനം ഡിവൈൻ ഡെക്കർ എക്സിക്യൂട്ടീവ് പെയിന്റ് ഷോപ്പ്. ഫോൺ നമ്പർ 8850934613. കൊടകര മേളകലാ സംഗീത സമിതിയുടെ 14ാമത് വാർഷികവും സുവർണമുദ്ര സമർപ്പണവും 17 നടത്തുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വൈകിട്ട് 3 മുതൽ പൂനിലാർക്കാവ് ക്ഷേത്ര മൈതാനിയിൽ നടക്കുന്ന ചടങ്ങ് സംഗീത സംവിധായകൻ മോഹൻ സിത്താര ഉദ്ഘാടനം ചെയ്യും. PM നാരായണമാരാർ അധ്യക്ഷത വഹിക്കും. സമിതിയുടെ ഈ വർഷത്തെ സുവർണമുദ്ര ചെണ്ട കലാകാരൻ അവിട്ടത്തൂർ രാജപ്പന് കേരള സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ സമ്മാനിക്കും. മുതിർന്ന മദ്ദളം കലാകാരൻ പുലാപ്പറ്റ തങ്കമണി, കൊമ്പ് കലാകാരൻ രാമാട്ട് നാരായണൻ നായർ എന്നിവരെ ആദരിക്കലും IPS കരസ്ഥമാക്കിയ P. വാഹിദിനെ അനുമോദിക്കലും പെരുവനം കുട്ടന്മാരാർ നിർവഹിക്കും. ഗാനരചയിതാവ് R. K. ദാമോദരൻ മുഖ്യപ്രഭാഷണം നടത്തും. തായമ്പക ആചാര്യൻ കല്ലൂർ രാമൻകുട്ടിമാരാർ അനുഗ്രഹ പ്രഭാഷണം നടത്തും. ചികിത്സാ ധനസഹായ വിതരണം കിഴക്കൂട്ട് അനിയന്മാരാരും വിദ്യാഭ്യാസ അവാർഡ് ദാനം പരക്കാട് തങ്കപ്പന്മാരാരും നിർവഹിക്കും. വൈകിട്ട് 6-ന് പൂനിലാർക്കാവ് ക്ഷേത്രസന്നിധിയിൽ കലാനിലയം ഉദയൻ നമ്പൂതിരി, വെളപ്പായ നന്ദനൻ, കുമ്മത്ത് നന്ദനൻ, കണ്ണമ്പത്തൂർ വേണുഗോപാൽ, മച്ചാട് പത്മകുമാർ എന്നിവരുടെ നേതൃത്വത്തിൽ ഗോപുരത്തിങ്കൽ പാണ്ടിമേളവും ഉണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ സമിതി പ്രസിഡന്റ് ഉണ്ണി പോറാത്ത്, സെക്രട്ടറി കൊടകര ഉണ്ണി, വൈസ് പ്രസിഡന്റ് കണ്ണമ്പത്തൂർ വേണുഗോപാൽ, കമ്മിറ്റി അംഗം ജയകൃഷ്ണൻ കാവിൽ എന്നിവർ പങ്കെടുത്തു. പ്രളയം വരുത്തിവെച്ച സാമ്പത്തിക നഷ്ടത്തിലും വയനാടിനായി തന്റെ ചായക്കടയിലെ ഒരു ദിവസത്തെ വരുമാനം മാറ്റിവെക്കുകയാണ് കല്ലൂർ മുട്ടിത്തടി സ്വദേശിയായ KC സന്തോഷ്. ഇഷ്ടമുള്ളത് കഴിക്കാം, പണം കയ്യിൽ തരണ്ട, പകരം വയനാടിനായി സൂക്ഷിച്ച പെട്ടിയിൽ നിക്ഷേപിച്ചാൽ മതി. കല്ലൂരിലെ KC സ്പേസ് ഉടമ സന്തോഷ് കടയിലെത്തിയവരോട് ആവശ്യപ്പെട്ടത് ഇതായിരുന്നു. വയനാടിന്റെ അതിജീവനത്തിനായി നൽകുവാനാണ് ശനിയാഴ്ചത്തെ ചായയും കടിയും തട്ടുകട വിഭവങ്ങളും മറ്റും വിറ്റ തുക കല്ലൂരിലെ ഈ വ്യാപാരി മാറ്റിവെക്കുന്നത്. കല്ലൂർ പാടം വഴിയിലാണ് സന്തോഷിന്റെ കടയുള്ളത്. ആമ്പല്ലൂരിൽ ആഴ്ചകൾക്ക് മുൻപുണ്ടായ വെള്ളപ്പൊക്കത്തിൽ സന്തോഷിന്റെ കടയും മുങ്ങിയിരുന്നു. പ്രളയത്തിൽ വലിയൊരു നഷ്ടം തന്നെ ഇദ്ദേഹത്തിന് ഉണ്ടാവുകയും ചെയ്തു. കട തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ ആയുള്ളൂ. എന്നിരുന്നാലും വയനാട്ടിലെ ദുരിതബാധിതർക്കായി തന്നാലാകും വിധം ചെറിയ സഹായം നൽകുന്നതിന്റെ സന്തോഷവും സന്തോഷ് പങ്കുവച്ചു. നമ്മളിന്ന് വയനാട്ടിലെ ഇതിനു വേണ്ടിയിട്ട് ദുരന്തത്തിലിരയായവർക്ക് ഒരു കൈത്താങ് എന്നുള്ള നിലയ്ക്ക് നമ്മുടെ ഈ കൊച്ചു സ്ഥാപനത്തിലെ ഇന്നത്തെ വരുമാനം നമ്മൾ വയനാട്ടിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിന് വേണ്ടിയിട്ടാണ് രാവിലെ തൊട്ട് തന്നെ നമ്മളിവിടെ ഇത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ന് ജനങ്ങൾ നല്ലപോലെ അതുമായി ബന്ധപ്പെട്ട് സഹകരിച്ചിട്ടാണ് നമ്മൾക്ക് ആവശ്യത്തിന് ഇപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഇത്ര രൂപ വേണമെന്നൊന്നും പറയുന്നില്ല. ഇന്നത്തെ ഭക്ഷണത്തിൽ എന്താണോ അവർ ഉദ്ദേശിക്കുന്നത് അത് അവിടെ നമുക്ക് അവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്, അതിലേക്ക് നിക്ഷേപിക്കുക. നമ്മൾ അടുത്ത ദിവസം അത് നമ്മുടെ ഇവിടുത്തെ പുതുക്കാട്ടത്തെ MLA KK രാമചന്ദ്രൻ അവർക്ക് കൈമാറാനാണ് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് എല്ലാവരും നല്ല സഹകരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. KC സ്പേസിൽ നിന്നും ഭക്ഷണം വാങ്ങാൻ എത്തുന്നവർ കടയിൽ പ്രത്യേകം തയ്യാറാക്കിയ ബോക്സിൽ നിക്ഷേപിക്കണം. സന്തോഷിന്റെ ഒരു ദിവസത്തെ അധ്വാനം വയനാട്ടിനായിട്ടാണ് എന്നറിഞ്ഞ ചിലർ കൂടുതൽ തുക നൽകിയും സന്തോഷിന് പിന്തുണ നൽകി. ലഭിച്ച തുക മുഴുവൻ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്കാണ് സന്തോഷ് നൽകുക. ഇതിനായി KK രാമചന്ദ്രൻ MLAക്ക് പണം കൈമാറും.
വയനാട്ടിലെ ദുരിതബാധിതർക്കായുള്ള ധനസമാഹരണത്തിനായി ചെമ്പുച്ചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റ് വിദ്യാർത്ഥികൾ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചു. പ്രിൻസിപ്പൽ പ്രീത, PTA പ്രസിഡന്റ് മഞ്ജു സജ്ജി, SMC ചെയർമാൻ സുഭാഷ്, NSS പ്രോഗ്രാം ഓഫീസർ സൗമ്യ എന്നിവർ നേതൃത്വം നൽകി. ബിരിയാണി ചലഞ്ചിൽ ലഭിച്ച പണം സംസ്ഥാന NSS സെല്ലിന്റെ നേതൃത്വത്തിൽ നിർമ്മിക്കുന്ന 150 വീടുകൾക്കായി കൈമാറി. പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ ശുചീകരിച്ച് സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് NSS ടീം. സ്വച്ഛ് ഭാരത് മിഷന്റെ ഭാഗമായി കൊടകര സഹൃദയ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പുതുക്കാട് റെയിൽവേ സ്റ്റേഷൻ പ്ലാറ്റ്ഫോം വൃത്തിയാക്കി. സ്റ്റേഷൻ മാസ്റ്റർ അനന്തലക്ഷ്മി പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. കാർഡുകൾ വെട്ടി വൃത്തിയാക്കുകയും പ്ലാറ്റ്ഫോം ശുചീകരിക്കുകയും ചെയ്തു. പുതുക്കാട് റെയിൽവേ പാസഞ്ചർ അസോസിയേഷന്റെ പ്രതിനിധി വിജയകുമാർ, NSS പ്രോഗ്രാം ഓഫീസർ CU വിജയ്, NSS വോളണ്ടിയേഴ്സ് കൃഷ്ണകുമാർ, ജിനു മരിയ എന്നിവർ പ്രസംഗിച്ചു. APJ അബ്ദുൽ കലാം ടെക്നോളജിക്കൽ യൂണിവേഴ്സിറ്റിന്റെ NSS കീഴിൽ വരുന്ന സഹൃദയ എഞ്ചിനീയറിംഗ് കോളേജ് യൂണിറ്റ് 316ന്റെ 50ഓളം വോളണ്ടിയേഴ്സ് ആണ് ഇന്നിവിടെ സ്വച്ഛ് ഭാരത് മിഷനായിട്ട് പുതുക്കാട് റെയിൽവേ സ്റ്റേഷന് ക്ലീനിങ് ആൻഡ് ബ്യൂട്ടിഫിക്കേഷൻ എത്തിച്ചേർന്നിരിക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ ഉള്ള പ്ലാസ്റ്റിക് മെറ്റീരിയൽ എല്ലാം ഞങ്ങളിവിടെ ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ സൈഡിൽ കുറെ പുല്ലും കാടൊക്കെ വന്ന് അതൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്ത് വെട്ടിക്കളഞ്ഞ് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ തെന്നലുണ്ട്, പായലും പുല്ലൊക്കെ വന്ന്, അപ്പൊ അതൊക്കെ ഞങ്ങൾ ക്ലീൻ ചെയ്യും. ഗ്രീസിലെ ഏഥൻസിൽ നടക്കുന്ന ലോക പഞ്ചഗുസ്തി മത്സരത്തിലേക്ക് ഇന്ത്യയെ പ്രതിനിധീകരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ട വെള്ളിക്കുളങ്ങര സ്വദേശി പോൾദാസ് കിഴക്കേ പിടുകയെ മറ്റത്തൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. കുറിഞ്ഞിപ്പാടത്തുള്ള പോൾദാസിന്റെ വസതിയിലെത്തിയാണ് അനുമോദനം നടന്നത്. DCC ജനറൽ സെക്രട്ടറി TM ചന്ദ്രൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഷാഫി കല്ലുപറമ്പിൽ എന്നിവർ ചേർന്ന് ഷാൾ അണിയിക്കുകയും ഉപഹാരം സമ്മാനിക്കുകയും ചെയ്തു. പഞ്ചായത്ത് അംഗം KS സൂരജ്, മുൻ പഞ്ചായത്ത് അംഗം ക്ലാര ജോണി, സജീവ് കുമാർ പൈങ്കയിൽ, MP ദേവസി, KL ചാക്കോച്ചൻ, KP നിസാർ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായി. ഇരിഞ്ഞാലക്കുടയിൽ സ്റ്റോർ റൂമിൽ നിന്നും 6 അടി നീളമുള്ള മൂർഖൻ പാമ്പിനെ പിടികൂടി. കണ്ടേശ്വരം ക്ഷേത്രത്തിന്റെ സ്റ്റോർ റൂമിൽ നിന്നുമാണ് പാമ്പിനെ പിടികൂടിയത്. വെള്ളിയാഴ്ച രാത്രി 7:30ക്കാണ് സംഭവം. വനം വകുപ്പ് സ്നേക്ക് റെസ്ക്യൂ ടീം അംഗം രജീഷ് നന്ദിപുലമാണ് പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ ഉൾക്കാട്ടിലേക്ക് വിട്ടയച്ചു. കൊടകര അഴകം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. ക്ഷേത്രം തന്ത്രി AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി കാർമ്മികത്വം വഹിച്ചു. മുക്കുടി നിവേദ്യവും പ്രസാദ സദ്യയും ഉണ്ടായിരുന്നു. ആരോഗ്യത്തിനും ശാരീരിക സൗന്ദര്യത്തിനുമായി AJ ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നു. വരന്തരപ്പള്ളിയിൽ പ്രവർത്തിക്കുന്ന ലോങ് ലൈഫ് ഫിറ്റ്നസിന്റെ 2ാമത്തെ സ്ഥാപനം AJ ഫിറ്റ്നസ് സെന്റർ വേലുപ്പാടത്ത് ഞായറാഴ്ച പ്രവർത്തനം ആരംഭിക്കും. വേലുപ്പാടം കള്ളായിമൂലയിൽ രാവിലെ 10-നാണ് ഫിറ്റ്നസ് സെന്റർ പ്രവർത്തനം ആരംഭിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് ഉദ്ഘാടനം നിർവഹിക്കും. ആദ്യം പ്രവേശനം നേടുന്ന 100 പേർക്ക് പ്രവേശനം തികച്ചും സൗജന്യമാണ്. കാലാവസ്ഥ. കൂടിയ താപനില 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. കെൽട്രോണിൽ ഡിപ്ലോമ ഇൻ മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ്, പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ പ്രീ സ്കൂൾ ടീച്ചർ ട്രെയിനിങ് കോഴ്സുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നു. താൽപ്പര്യമുള്ളവർ യോഗ്യത തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുമായി അടുത്തുള്ള കെൽട്രോൺ നോളജ് സെന്ററിൽ ഹാജരാകണം. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ: ആദ്യ നമ്പർ 9072592412, അടുത്ത നമ്പർ 9072592416. ശക്തമായ മഴയും വെള്ളക്കെട്ടും മൂലം ഉരുക്കൾ നഷ്ടപ്പെട്ട മൃഗസംരക്ഷണ മേഖലയിലെ കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുന്നു. മൃഗാശുപത്രികളിൽ നിന്നും ലഭിക്കുന്ന നിശ്ചിത മാതൃകയിലുള്ള അപേക്ഷാ ഫോറം, ഫോട്ടോ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, ഇതേ ആവശ്യത്തിന് മറ്റ് ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെന്ന വില്ലേജ് ഓഫീസറുടെ സാക്ഷ്യപത്രം സഹിതം അടുത്തുള്ള മൃഗാശുപത്രികളിൽ ഉടൻ അപേക്ഷ സമർപ്പിക്കണം. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണം ഗ്രാമിന് 6445 രൂപ, പവന് 51,560 രൂപ. റിട്ടയേർഡ് പോലീസ് ഓഫീസർ മൂന്നുമുറി ചുങ്കാൽ കണ്ണമ്പുഴ ചിറ്റിലപ്പള്ളി ജോർജ് അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആനിയാണ് ഭാര്യ. റോയ് C ജോർജ്, പുഷ്പ ജോയ്, ബാബു C ജോർജ് എന്നിവർ മക്കളും, സ്മിത റോയ്, ജോയ് കരിപ്പായി, ജാൻസി ബാബു എന്നിവർ മരുമക്കളുമാണ്.
വരാക്കര തട്ടിൽ മാപ്രാണത്തുകാരൻ വർഗീസ് അന്തരിച്ചു. 68 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ആനിയാണ് ഭാര്യ. വിനീത, അരുൺ, നിഖിത എന്നിവർ മക്കളും. സംഗീതരാജ്, നൈജി, റോജി എന്നിവർ മരുമക്കളുമാണ്. ചെങ്ങാലൂർ മാട്ടുമല വൈക്കപ്പറമ്പിൽ സുബ്രഹ്മണ്യൻ അന്തരിച്ചു. 76 വയസ്സായിരുന്നു. ശാന്തയാണ് ഭാര്യ. സിനിലാൽ, സിജി എന്നിവർ മക്കളും. ജ്യോതി, ദീപൻ എന്നിവർ മരുമക്കളുമാണ്. വേലുപാടം നടാംപാടം കിഴുപ്പിള്ളി കല്യാണി അന്തരിച്ചു. 88 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. പരേതനായ വേലായുധനാണ് ഭർത്താവ്. മണി, ഗിരിജ, ശാന്ത, ശോഭന, ദിവാകരൻ എന്നിവർ മക്കളും. വിജയൻ, സദാനന്ദൻ, രാജൻ, മേനക, പരേതനായ ശിവരാമൻ എന്നിവർ മരുമക്കളുമാണ്. കലൂർ ആദൂർ തെക്കനോടി വേലായുധൻ അന്തരിച്ചു. 85 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. വെള്ളാനിക്കോട് പുളിക്കൻ പൗലോസ് ഭാര്യ അമ്മിണി അന്തരിച്ചു. 83 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച രാവിലെ 10:30 വെള്ളാനിക്കോട് സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ. ജോൺസൺ, ഷീല, ജാൻസി, ഷാജു, പ്രിൻസി എന്നിവർ മക്കളും. മോളി, ജോർജ്, പോൾസൺ, ഫെമിന, ജോയ് എന്നിവർ മരുമക്കളുമാണ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബ്ലൂ സ്റ്റാർ ബ്രാൻഡഡ് ഷോറൂമിനൊപ്പം കിച്ചൺ അപ്ലയൻസുകളുമായി ആക്റ്റീവ് അറ്റ് ഹോം മൊബൈൽ ഫോൺ സെയിൽസ് ആൻഡ് സർവീസിംഗിനായി പ്രത്യേക വിഭാഗം. ആക്റ്റീവ് അറ്റ് ഹോം, NH പുതുക്കാട്. പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ രാത്രികളിലെ ഡോക്ടർമാരുടെ കുറവ് രോഗികളെ വലയ്ക്കുന്നു. തീവ്ര പരിചരണ വിഭാഗവും OPയും ഒരു ഡോക്ടർ തന്നെ നോക്കേണ്ടി വരുന്നത് രോഗികളെയും ഡോക്ടർമാരെയും ഒരുപോലെ വലയ്ക്കുന്നു. പാലിയേക്കര ടോൾ ബൂത്തുകളിൽ അശാസ്ത്രീയമായി ഹമ്പുകൾ സ്ഥാപിച്ചതിനെതിരെ വ്യാപക പരാതി. ടാഗ് റീഡ് ചെയ്യുന്ന ബൂത്ത് എത്തുന്നതിന് തൊട്ടു മുൻപാണ് ഹമ്പുകളുള്ളത്. വരന്തരപ്പള്ളി വേപ്പൂർ റോഡ് ജംഗ്ഷനിൽ അപകടക്കണി ഒരുക്കി കുഴി. മണ്ണമ്പേട്ട പൂക്കോട് റോഡും മണ്ണമ്പേട്ട ഫെഡറൽ ബാങ്കിന് സമീപമുള്ള റോഡും ശോച്യാവസ്ഥയിൽ. കാവല്ലൂരിൽ കൃഷി നശിപ്പിച്ച കാട്ടുപന്നിയെ വെടിവെച്ചു കൊന്നു. കാവലൂർ കവിത കർഷക കൂട്ടായ്മയും അളഗപ്പനഗർ ഗ്രാമപഞ്ചായത്തിന്റെയും നേതൃത്വത്തിലാണ് കൃഷിനാശം വരുത്തുന്ന കാട്ടുപന്നികളെ നിയമപരമായി വെടിവെച്ചു കൊന്നത്. കൊടകര മേളകലാ സംഗീത സമിതിയുടെ 14ാമത് വാർഷികവും സുവർണമുദ്ര സമർപ്പണവും 17 നടത്തുമെന്ന് ഭാരവാഹികൾ കൊടകരയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രളയം വരുത്തിവെച്ച സാമ്പത്തിക നഷ്ടത്തിലും വയനാടിനായി തന്റെ ചായക്കടയിലെ ഒരു ദിവസത്തെ വരുമാനം മാറ്റിവെക്കുകയാണ് കലൂർ മുട്ടിത്തടി സ്വദേശിയായ KC സന്തോഷ്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. ന്യൂസ് ബുള്ളറ്റിന്റെ പ്രീമിയർ സംപ്രേഷണം എല്ലാ ദിവസവും രാത്രി 10-ന്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.